ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ അടിപൊളി കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ. ഞാനൊരു ഇന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊമോയും അതിനോടൊപ്പം ഒരു അപ്കമിങ് വിശേഷവും കൂടെ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഭൂമി തൻ്റെ അച്ഛൻ്റെ കൊലയാളികളെ കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ്. അതിനെ ബേസ് ചെയ്ത് ആ കൊലയാളികളെ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ അജയുടെ സഹായത്തോടു കൂടി. അങ്ങനെ ആ വലിയ ഒരു ഭൂമിയുടെ എല്ലാ ക്രിമിനൽ ആ ഒരു മൈൻഡ് എടുത്ത് ഭൂമി എല്ലാ രീതിയിലും എല്ലാ തെളിവുകളും സ്വരുക്കൂട്ടി അജയെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും തൻ്റെ അമ്മയെ പുറത്തിറക്കണം. നിരപരാധിയായ എൻ്റെ അമ്മ സമൂഹത്തിൽ അറിയണം എൻ്റെ അമ്മ ഒരു കൊലയാളിയല്ല എന്നുള്ളത്. അപ്പം അച്ഛൻ്റെ കൊലയാളികളുടെ ആ ഇരുണ്ട കൈകൾ കണ്ടെത്താനുള്ള യാത്രയാണ് ഭൂമി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് വീഡിയോസൊക്കെ കേട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ പ്രൊമോയിൽ ഏകദേശം കാണിക്കുന്ന നമ്മുടെ ശിവനെയും ദാസനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി തൻ്റെ അച്ഛൻ്റെ കൊലയാളികളെ കണ്ടെത്തണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഭൂമി ചില തെളിവുകളൊക്കെ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഭവാനിയുടെ കയ്യിൽ കമാൽ കൊണ്ടുവന്ന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ആ ലെറ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കത്ത് മോള് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജീവനോടെ ഉണ്ടാകില്ല, മോളുടെ പിന്നിലും ആ ഇരുണ്ട കൈകൾ പതിയും. മോളുടെ ജീവൻ പോലും ആപത്താണ്. അതുമാത്രമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മോള് വളരെ ശ്രദ്ധയോടുകൂടെ ആലോചിച്ച് കേൾക്കണം. ഈ കത്തിനോടൊപ്പം തന്നെ ഞാൻ ഒരു കത്തും കൂടെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, മോൾ അതും നോക്കണമെന്നൊക്കെ പറയണം. അപ്പോൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പുരുഷോത്തമൻ എന്ന പേരുള്ള ഒരാൾ ഉണ്ടെന്നും ആ ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഭൂമിക്ക് ഓൾറെഡി ആദ്യം ഒരു കത്ത് കിട്ടിയായിരുന്നു. ആ കത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പുരുഷോത്തമനെ പോയി കാണണമെന്നും, അങ്ങനെ പുരുഷോത്തമനെ പക്ഷേ അതിൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭൂമി കോണ്ടാക്ട് ചെയ്ത് നോക്കി, കാരണം അതിൽ കിട്ടിയില്ല ഭൂമിക്ക്. പക്ഷേ ഇതിൽ വ്യക്തമായ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമി വീണ്ടും അച്ഛൻ്റെ ആ ഷെൽഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആ സമയത്താണ് ഭൂമിയുടെ കണ്ണിൽ അന്ന് ആ ഫാദേഴ്സ് ഡേക്ക് ഇടാനായിട്ട് അച്യുതന് വാങ്ങിയ ആ ഒരു ഷർട്ട് ഭൂമിയുടെ കണ്ണിൽ കാണുന്നു കേട്ടോ. ഭൂമി ആ ഷർട്ട് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഷർട്ട് തനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു. എൻ്റെ അച്ഛൻ അവസാനമായിട്ട് ഇടാനായിട്ട്, അച്ഛൻ ആ ഒരു പരിപാടിയിൽ ഇടാൻ അത്രയും ആഗ്രഹിച്ച ഒരു പരിപാടിയിൽ ഇടാനായിട്ട് സാധിക്കാതെ പോയല്ലോ. അതോർത്തിട്ട് ഭൂമിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഭൂമി അതിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പോക്കറ്റിൽ ഒരു പൊതി കാണുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി തന്നെ അത് എന്താണെന്ന് നോക്കാനായിട്ട് നോക്കിയപ്പോൾ ഭൂമി കഴുത്തിലിട്ടിരുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ. അതന്ന് ഭൂമിയുടെ കയ്യിൽ നിന്ന് അച്യുതൻ ഊരി മാറ്റി വെച്ചായിരുന്നല്ലോ. കാരണം ആ ലോക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ തൻ്റെ മോളുടെ ജീവൻ ആപത്താണ് എന്നുള്ളത് അച്യുതൻ മനസ്സിലാക്കി അതന്ന് മാറ്റി വെച്ചായിരുന്നു. ഏതിനാന്നൊക്കെ ഭൂമി ചോദിച്ചായിരുന്നു. അപ്പോൾ ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതുമായിട്ട് ബേസ് ചെയ്ത് എന്തോ ഒരു രഹസ്യം അച്ഛൻ എന്നോട് പറയാനുണ്ട്. അതാണ് അച്ഛൻ ഈ ലോക്കറ്റ് ഇങ്ങനെ മാറ്റി വെച്ചത് ഇങ്ങനെ പറയണം. അപ്പം പ്രൊഫസർ പറഞ്ഞനുസരിച്ചിട്ട് അച്യുതൻ്റെ ഫോണൊന്ന് മോള് നന്നായിട്ട് നോക്കണം. അതിൽ ആരെങ്കിലും ചിലപ്പോൾ ഈ പുരുഷോത്തമൻ്റെയൊക്കെ നമ്പറോ മറ്റുമൊക്കെ ഉണ്ടാവുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ കൊലയാളികളെ ചിലപ്പോൾ അച്യുതനെ വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വല്ല നമ്പറോ എന്തെങ്കിലും ഒരു എവിഡൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു തെളിവാകും മോളെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി ആ മൊബൈൽ ഷോപ്പിൽ പോയി ആ മൊബൈൽ വാങ്ങി റൂമിൽ കൊണ്ട് വെച്ചൊക്കെയാണ്. അങ്ങനെ ഭൂമി അപ്പോഴാണ് ആ മൊബൈലിൻ്റെ കാര്യം ഓർത്തിട്ട് അതെടുത്ത് നോക്കുകയാണ്, ഓൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഭൂമി ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അമ്മയെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഇതിലുണ്ടാകണേ. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ ആരാണെന്ന് അറിയാനുള്ള ഒരു തെളിവും ഇതിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭൂമി. അതിനുശേഷം ഭൂമി ഈ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ അതിലുള്ള, പക്ഷേ ഈ ലെറ്ററിലുള്ള നമ്പറും അതും രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ കിടക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത് സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ ഭൂമി അത് കഴിഞ്ഞ് ഭൂമി ആ മൊബൈലിൽ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കുകയാണ്. വേറെ ആരെങ്കിലും പരിചയമില്ലാത്ത ആരുടെയെങ്കിലും നമ്പറുണ്ടോ, ആരെങ്കിലും അച്ഛനെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഓരോന്നോരോന്നായി ഭൂമി നോക്കുകയാണ് കേട്ടോ. നിറകണ്ണുകളോടെയാണ് ഭൂമി അതൊക്കെ നോക്കണത്. ആ സമയത്താണ് ഭൂമി പെട്ടെന്നൊരു വീഡിയോ കാണുന്നത്. നമ്മുടെ കമാലിൻ്റെ മുഖം ഭൂമി ഓൾറെഡി കണ്ടിട്ടുണ്ട്. കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഭവാനി ഈ കത്ത് വായിച്ചതിന് ശേഷം ആ കാറ് ഒരു തെളിവാണ്. അതുകൊണ്ട് ആ അച്യുതൻ്റെ കാറ് എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയണമെന്ന് പറയണം. അങ്ങനെ അതനുസരിച്ചിട്ട് കമാൽ രാത്രി പെട്രോളുമായിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ
ചെല്ലുമ്പോൾ ആ കാർ അവിടെ കാണാനില്ല. അപ്പോൾ അതേതോ വർക്ക്ഷോപ്പിലോട്ട് മാറ്റി കാണും എന്നുള്ള രീതിയിൽ ഭവാനിയെ വിളിച്ച് കമാൽ അപ്പം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭവാനി പറയുന്നുണ്ട് നാളെ രാവിലെ ആയിട്ട് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഭൂമി ഓരോ നീക്കങ്ങൾ ചെയ്ത് വെക്കുന്നതാണ്. കാരണം ആ കൊലയാളിയെ ഒന്ന് കണ്ടെത്തണം. കാരണം ആരായാലും ആ കാറ് എവിടെയാണെന്ന് അന്വേഷിച്ച് ആ വർക്ക്ഷോപ്പിൽ വരും. അപ്പോൾ അയാളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആ വർക്ക്ഷോപ്പുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഭൂമി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കൊലയാളി അവിടെ വരികയും ഈ കാറിനെ കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭൂമി പറഞ്ഞു വെച്ചതുപോലെ അവർ ആ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുവഴി ഭൂമി ഈ കമാലിനെ കാണുകയാണ്. അന്ന് ബ്രൗസറെ കാണാൻ പോയിൻ്റ് എന്നും തന്നെ ഫോളോ ചെയ്തത് ഇതുപോലെ ഒരു രൂപമുള്ള ഒരാൾ തന്നെയാണ്. വ്യക്തമായി ഭൂമി കണ്ടിട്ടില്ല. അപ്പം വർക്ക്ഷോപ്പിൽ വന്ന ആളും ഈ സെയിം ആൾ തന്നെയാണ് എന്നുള്ളത് ഭൂമി മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്തും വ്യക്തമായിട്ട് കാണാൻ അയാളുടെ മുഖം മൂടി ഇട്ടിട്ടുള്ള ഒരു രൂപമാണ് മൊബൈലിൽ കാണുന്നത്. പക്ഷേ എങ്കിലും ആ വ്യക്തി തന്നെയാണ് ഇത്. അയാൾ ഒരു കത്തിയുമായിട്ട് വരുന്ന തൻ്റെ അച്ഛനെ കുത്തി കൊലപ്പെടുത്തുന്നത് നിറകണ്ണുകളോടെ നെഞ്ചു പൊട്ടി ഭൂമി ആ മൊബൈലിൽ കാണുകയാണ്. ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. തൻ്റെ അച്ഛനെ യവൻ കൊന്നു, കൊലയാളിയായ യവൻ കൊന്നു. എന്തിനെൻ്റെ അച്ഛനെ കൊന്നു? എന്ത് തെറ്റാണ് എൻ്റെ അച്ഛൻ ഇയാളോട് ചെയ്തത്? അങ്ങനെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമി ആ ഒരു വീഡിയോ കാണുകയാണ് കേട്ടോ. ഭൂമി അതെല്ലാം ശേഖരിച്ച് വെക്കുകയാണ്. ഭൂമി മനസ്സിൽ കരുതുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ആ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളിനെ കാണണം. കാരണം ഇതെല്ലാം എത്തിച്ചേരുന്നത് ഏതോ ഒരു വലിയൊരു ഒരു കൊലപാതകിയാണ്. ഇയാൾ വെറും ഏജൻറ്റ് മാത്രം ആകാനാണ് സാധ്യത എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ഭൂമിയുടെ മനസ്സിൽ തെളിഞ്ഞു വരെയാണ് കേട്ടോ. അങ്ങനെ ഭൂമി എത്രയും പെട്ടെന്ന് തന്നെ ഈ രേഖകളും ഈ ലെറ്ററും അതുപോലെ തന്നെ മൊബൈലിലുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ ആ ലോക്കറ്റും എല്ലാം കൂടെ എടുത്തിട്ട് ആ രാത്രി തന്നെ നമ്മുടെ അജയ്യെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ അജയ് എത്രയും പെട്ടെന്ന് ഭൂമി പറഞ്ഞ സ്ഥലത്ത് വരുന്നുണ്ട്. അങ്ങനെ വീടൊക്കെ പൂട്ടി ഭൂമി നേരെ അജയുടെ അടുത്ത്, അജയ് പറഞ്ഞ സ്ഥലത്തോട്ട് വിളിച്ച് പറഞ്ഞല്ലോ ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അജയ് ചോദിച്ചു എന്താടോ ഈ രാത്രിയിൽ എന്തു പറ്റി? അതെ, എനിക്ക് ചില കാര്യങ്ങൾ അജയ് സാറിനോട് പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. അത് മറ്റൊന്നുമല്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിനെ ഏൽപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം അപകടത്തിലാണ്. എൻ്റെ ജീവൻ അപകടത്തിലായാലും എൻ്റെ അമ്മ നിരപരാധിയാണ് എന്നുള്ളത് സാറ് തെളിയിക്കണം. അതിനുള്ള തെളിവുകളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് പറയണം. എന്താടോ താൻ എന്തൊക്കെ ഈ പറയണത്? എനിക്കറിയില്ല, എന്നെ പിന്തുടർന്ന് നിഴൽ പോലെ ഒരു കൊലയാളി എൻ്റെ പിന്നിലുണ്ട്. ആരാ അത്? എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും സാറ് ഞാൻ ഈ തരുന്ന എല്ലാ എവിഡൻസുകളും വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് ഭൂമി പറയണം. അങ്ങനെ ആ ലോക്കറ്റ് അജയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫോണും പിന്നെ ആ ലെറ്ററും. അപ്പം ആ ലെറ്റർ ഇതെല്ലാം കൈപ്പറ്റിയിട്ട് എന്നിട്ട് ഭൂമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അജയ് ഭൂമി എങ്ങോട്ടാണ് പോകുന്നത്? അത് എനിക്ക് ഒരാളെ കാണാനുണ്ട് സാർ, ഞാൻ ആ യാത്രയിലോട്ട് പോകണം. അപ്പം വഴിക്ക് വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ഈ തെളിവുകൾ എനിക്ക് വിശ്വാസമായിട്ടുള്ള ഒരാളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സാറിനെ ഏൽപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഭൂമി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നത്. അങ്ങനെ അജയ് അതുമായിട്ട് നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് അത് ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കുകയാണ്. ആ സമയത്താണ് ഞെട്ടിക്കുന്ന ആ ഒരു തെളിവ് അജയ് കാണുന്നത്. അതായത് ആ ഒരു മുഖം മൂടിയിട്ട ആ ഒരാളുടെ രൂപം. അപ്പം ആ വ്യക്തി ആരാണെന്നും അതിൻ്റെ എവിഡൻസും ഭൂമി അജയ്ക്ക് കൊടുക്കുന്നുണ്ട് മൊബൈലിൽ. ആ വർക്ക്ഷോപ്പിൽ വന്ന ആൾ തന്നെയാണ് ഈ കൊലപ്പെടുത്തുന്ന ആൾ എന്നുള്ളത്. അപ്പോൾ അജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാളാണ് അപ്പോൾ അച്യുതനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അംബിക നിരപരാധിയാണ് എന്നുള്ള കാര്യം അജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് ആ ഞെട്ടിക്കുന്ന ആ ഒരു ഇത് കണ്ട് ഭയങ്കര ഷോക്കായി പോവുകയാണ്. അതിനുശേഷം ഭൂമി എന്തോ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തു. പക്ഷെ അത് അജയ് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുന്നില്ല കേട്ടോ. അത് അജയ് ഭദ്രമായിട്ട് ആ ഒരു സ്ഥലത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഭൂമി പോവാണ്. അങ്ങനെ പുരുഷോത്തമനെ തേടി, പുരുഷോത്തമൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതനുസരിച്ചിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് പുരുഷോത്തമൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാര്യയോട് ഭൂമി തിരക്കുന്നുണ്ട്. പുരുഷോത്തമൻ ചേട്ടൻ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ഇപ്പോൾ കവലയ്ക്ക് പോയതേ ഉള്ളൂ, ഒരു ഓട്ടം വന്ന് പോയതാണ്, പുരുഷോത്തമൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, അപ്പം അങ്ങോട്ട് പോയതാണെന്ന് പറയുന്നത്. അങ്ങനെ ഭൂമി അപ്പം തന്നെ ശരി ഞാൻ എന്നാൽ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നേരെ ജംഗ്ഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് മറ്റ് ഓട്ടോക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, പുരുഷോത്തമൻ ചേട്ടനുണ്ടോ? അയ്യോ ഇപ്പോൾ ഒരു ഓട്ടം പോയതേ ഉള്ളൂ എന്ന് അതിൽ കൂടെ നിന്ന് ഒരാൾ പറയുന്നുണ്ട്. പക്ഷേ ഓട്ടോയിലല്ല പോയത്, ഒരു കാറ് വന്നാൽ പെട്ടെന്ന് അതിൽ കയറി പോയതാണെന്ന് പറഞ്ഞു. എങ്ങോട്ടാ എന്താണെന്നൊന്നും അറിയില്ല. ഞാനാ വിളിച്ചത്, കാരണം ഒരു ഓട്ടം പോകാൻ ഒരാൾ തിരക്കി വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ വിളിച്ചു. അങ്ങനെ പുരുഷോത്തമൻ ചേട്ടൻ വന്നു, പക്ഷെ വന്നിട്ട് കാറിൽ കയറിയേ പോയെന്നും പറഞ്ഞു. അപ്പോൾ ഭൂമിക്ക് എന്തോ ഒരു പന്തികേട്, കാറിൽ കയറിപ്പോയി. ഇനി എന്തായിരിക്കും? ഇനി എൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ പുരുഷോത്തമൻ ചേട്ടനെയും തേടി ഇവിടം വരെ എത്തിയോ എന്നുള്ള ഒരിതുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ആ കത്ത് വായിച്ച് നമ്മുടെ ഭവാനി കമാലിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ കമാൽ പറയുന്നുണ്ട്, ഞാൻ കണ്ടെത്തി കൊന്നു കളഞ്ഞേക്കാം. അപ്പോൾ ഭവാനി പറഞ്ഞു, വേണ്ട വേണ്ട, കൊല്ലരുത്. കാരണം നമുക്കറിയാവുന്ന സത്യങ്ങൾ ഇനി ഒരു പക്ഷേ ഈ പുരുഷോത്തമൻ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അപകടമാണ്. അതുകൊണ്ട് ഈ പുരുഷോത്തമനെ ജീവനോടെ തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് നമ്മുടെ ഭവാനി ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കമാൽ ഈ പുരുഷോത്തമനെ തേടി നടന്ന് ഒടുവിൽ പുരുഷോത്തമനെ കണ്ടെത്തുകയാണ്. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും ഭവാനിക്ക് അറിയില്ല. കാരണം അന്ന് അവസാനമായിട്ട് പുരുഷോത്തമനെ ഭവാനി കാണുന്നത് അന്ന് നമ്മുടെ സത്യദാസിൻ്റെ ഭാര്യയും മകളെയും എവിടെ ദൂരോട്ടൊരു സ്ഥലത്ത് എന്തോ ഊട്ടിയിലോ അങ്ങോട്ടോ കൊണ്ടുപോകുന്നത് ഈ പുരുഷോത്തമനാണ്. സൗഭാഗ്യപുരത്തെ ഡ്രൈവറാണ് പുരുഷോത്തമൻ. അന്ന് കണ്ണൂർ ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കലിലെ ഡ്രൈവറായിരുന്നു അച്യുതൻ. അപ്പം ഈ പുരുഷോത്തമൻ ഇവരെ കൊണ്ടുപോകുന്ന സമയത്താണ് അന്ന് ഭവാനി ഈ ഭാര്യയും മകളെയും വേറൊരു കാറിലോട്ട് തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ പുരുഷോത്തമനെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ട് കുറേ പണമൊക്കെ ഭവാനി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ സത്യദാസിനോട് താൻ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നൊരു താക്കീതും കൂടെ ഭവാനി കൊടുക്കുന്നതാണ്. അങ്ങനെ അന്ന് പോയിക്കുന്ന ആളാണ്. പിന്നെ ഈ പുരുഷോത്തമനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മുടെ കമാൽ ഈ പുരുഷോത്തമനെ തേടി കാറും കൊണ്ട് പോയി അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭൂമിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. കാരണം എന്തോ പന്തികേട്, പുരുഷോത്തമൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഭൂമിയുടെ മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെ ഭൂമി പെട്ടെന്ന് തന്നെ മൊബൈലിൽ നിന്ന് ആ കമാലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ പറഞ്ഞുകൊണ്ടിരുന്ന ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ആളാണോ കാറിൽ വന്ന് കൊണ്ടുപോയി എന്ന് ചോദിക്കുകയാണ്. ഇയാൾ തന്നെയെന്ന് പറയണം. ഇത് കേട്ടതും ഭൂമിക്ക് ഭയങ്കര ഷോക്കായി പോവാണ്. കാരണം പുരുഷോത്തമൻ ചേട്ടൻ്റെ ജീവൻ എന്തായാലും ആപത്തുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭൂമി പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അജയ് വിളിക്കുകയാണ്. അപ്പോൾ അജയ് പറഞ്ഞു, എടോ താൻ ഇതെവിടെയാണ്? ഇത്രയും നല്ലൊരു എവിഡൻസ് ഇരുന്നെങ്കിൽ പിന്നെ താൻ ഇനി എന്തിനാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? താൻ ഇങ്ങോട്ട് വാ. അപ്പം ഭൂമി പറഞ്ഞു, സാർ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം, ഞാനിപ്പോൾ ഒരു അപകടത്തിലാണ്. എന്താ പറ്റിയത്? താൻ എവിടെയാണ്? അപ്പോൾ ഭൂമി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അജയ്ക്ക്. അതായത് ഞാൻ ഈ പുരുഷോത്തമൻ എന്ന പേരുള്ള ഒരാളെ കത്തിൽ പറഞ്ഞേക്കുന്ന പോലെ ഒരാളെ കാണാനായിട്ട് വന്നതാണ്. പക്ഷേ അയാളെ നമ്മൾ ഉദ്ദേശിച്ച് ആ കമാൽ എന്ന് പറയുന്ന ആ ക്രിമിനൽ ഇവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കുകയാണെന്ന് പറയാം. അപ്പം അജയ് സ്ഥലവും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് ഈ ഭൂമി പറഞ്ഞനുസരിച്ചിട്ട് ഈ പുരുഷോത്തമനെ രക്ഷിക്കാനായിട്ട് എല്ലാ സ്റ്റേഷനുകളിലും മെസ്സേജ് ഇടുകയാണ്. അങ്ങനെ മെസ്സേജ് ഇട്ട് എത്രയും പെട്ടെന്ന് ഈ കമാലിൻ്റെ വണ്ടിയും കാര്യങ്ങളും, കാരണം വണ്ടി നമ്പറും കൂടെ ഭൂമി കൊടുക്കുന്നുണ്ട്, കാരണം ആ ഓട്ടോക്കാർ കൊടുത്തായിരുന്നു. ആ നമ്പർ സഹിതം എല്ലാം ചേർത്ത് എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പെട്ടെന്ന് തന്നെ കൊടുക്കുകയാണ് നമ്മുടെ അജയ്. അങ്ങനെ കമാൽ ഏകദേശം നമ്മുടെ ഭവാനി പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. വന്ന് വരാറായി. ഈ സമയത്താണ് പോലീസുകാർ വന്ന് കമാലിനെ വളയണത്. കമാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അങ്ങനെ കമാലിനെയും പുരുഷോത്തമനെയും പോലീസ് പിടികൂടി അജയുടെ അടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെ വിളിച്ച് പറയുന്നുണ്ട്, അയാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുരുഷോത്തമനോ എന്ന് സാറിൻ്റെ അടുത്ത് ഭൂമി ചോദിക്കുകയാണ്. അയാളും കൂടെയുണ്ട്, ഭൂമി ഇങ്ങോട്ട് പോരുമെന്ന് പറയണം. അങ്ങനെ ഭൂമി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ കമാലിനെ തലേ ദിവസം നമ്മുടെ ഭവാനി രാത്രിയിൽ ഈ സൗഭാഗ്യപുരത്തിന് പുറത്ത് മതിലിൻ്റെ ആ സൈഡിലായിട്ട് മാറി നിന്ന് കാണുന്നുണ്ട്. ഈ കത്ത് വാങ്ങാനായിട്ട് പോയതാണ്. അങ്ങനെയാണ് നമ്മുടെ പുരുഷോത്തമൻ്റെ കാര്യമൊക്കെ ഭവാനി അറിയുന്നത്. പക്ഷേ ഈ കത്തിനെ കുറിച്ചൊക്കെ വായിച്ചിട്ട് ഭവാനിക്ക് വല്ലാത്തൊരു തലകറക്കവും പേടിയും ഭയവും ഒക്കെ വരെയാണ്. അങ്ങനെ കമാലിൻ്റെ അടുത്ത് പറഞ്ഞു, താൻ പൊക്കോ, നമുക്കിനി ഫോണിൽ സംസാരിക്കാം, എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ കണ്ടെത്തണം എന്നുള്ളത് പറയണം. അങ്ങനെ കമാൽ ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ തിരിച്ച് അകത്തോട്ട് കയറി വരുമ്പോൾ
നമ്മുടെ മാധവൻ ഭവാനി രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഈ അർദ്ധരാത്രിയിൽ ഇതാരെ കാണാനാണ് വെളിയിൽ പോയത്? അപ്പം ഭവാനിയോട് ചോദിച്ചു, ഭവാനി എങ്ങോട്ട് പോയതാ? അതെ, എന്നെ കാണാനായിട്ട് ഒരാൾ വന്നിരുന്നു, ഞാൻ അങ്ങോട്ട് പോയതാ. ആരാ? അത് നിശ്ചയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബുട്ടീക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിത് കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് പോയതാ. അത് ഈ രാത്രിയിൽ വെളിയിൽ വെച്ച് എന്തിനാ? വീട്ടിനകത്തൊന്നും വരില്ലേ? ഈ രാത്രിയിലാണോ ഇതൊക്കെ കൊടുക്കുന്നത്? അതൊരു സംശയം ചോദിച്ച് വന്നത്. രാത്രിയിലാണോ ഈ സംശയങ്ങളെന്നൊക്കെ ഇങ്ങനെ മാധവൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഭവാനി പറഞ്ഞു, ഇത് കേട്ടാൽ ഞാൻ ആരെയോ കൊലപ്പെടുത്തിയിട്ട് വന്നേക്കുന്ന കണക്കാണല്ലോ എന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഭവാനി കയറി പോവുകയാണ്. പക്ഷേ നമ്മുടെ മാധവന് എന്തൊക്കെയോ ചില സംശയങ്ങൾ. കാരണം ഈ ഭവാനി അങ്ങനെ എന്തൊക്കെയോ ഒരു നെഗറ്റീവ്നെസ് നമ്മുടെ മാധവനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് മാധവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അനുപമ ഓടി വരികയാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ ഭയന്ന് നിന്ന് നോക്കണേ? ഒന്നുമില്ല മോളെ, നീ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവനും പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നു കേട്ടോ. അങ്ങനെയാണ് കമാൽ പുരുഷോത്തമനെ തേടി പോയി കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പം ഈ മാധവന് നമ്മുടെ ഭവാനിയെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു കള്ളത്തരം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഭൂമി അജയ് വിളിച്ചതനുസരിച്ച് സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ഈ കമാലും ഉണ്ട്, അതുപോലെ തന്നെ പുരുഷോത്തമനും ആ സ്റ്റേഷനിലുണ്ട്. അപ്പോഴേക്കും ഭൂമിയെ കണ്ട കമാൽ ഒന്നിങ്ങനെ ചിറഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭൂമിയും കമാലിനെ നോക്കുന്നുണ്ട്, തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളി എന്ന രീതിയിൽ. അങ്ങനെ കമാലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അജയുടെ അടുത്ത് പറയും, സാർ ഈ പുരുഷോത്തമനെയാണ് ഞാൻ തേടി വന്നതെന്ന് പറയും. അപ്പോൾ പുരുഷോത്തമൻ്റെ അടുത്ത് ചോദിക്കും, അതെ, ഞാൻ അച്യുതൻ്റെ മകളാണ്, എൻ്റെ ജന്മരഹസ്യം എന്താണ് എന്നുള്ളത് എനിക്കറിയണം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അച്ഛൻ ഈ ഒരു കത്ത്, അങ്ങനെ അജയുടെ കയ്യിൽ നിന്ന് ആ കത്ത് 2 കത്തും നമ്മുടെ പുരുഷോത്തമനെ കൊണ്ട് വായിപ്പിക്കാനായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പുരുഷോത്തമൻ ആ കത്തെല്ലാം വായിച്ചിട്ട് ഭൂമിയുടെ മുഖത്തോട്ട് വളരെ ദയനീയമായി നോക്കുകയാണ്. നിറകണ്ണുകളോടെ നെഞ്ചുരുകിക്കൊണ്ട് ഭൂമി അയാളുടെ മുന്നിൽ നിൽക്കുകയാണ്. എനിക്കറിയണം ആ സത്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ അജയ് പറഞ്ഞു, എന്തിനത് ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാലോ, പറയടാ ഒമാലെ, ആരാടാ നിൻ്റെ പിന്നിൽ, ആരാടാ നിൻ്റെ പിന്നിലുള്ള ആ ഇരുണ്ട കൈകൾ ആരാ, നീ വേഗം പറയുന്നു പറഞ്ഞ് കമാലിനെ പോതിരെ തല്ലിച്ചതയ്ക്കാണ് കേട്ടോ. അപ്പോഴേക്കും പുരുഷോത്തമന് മനസ്സിലായി, ഇനിയിപ്പോൾ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പുരുഷോത്തമൻ ആ കഥ പറയാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഭവാനി മേഡം പറഞ്ഞതനുസരിച്ചിട്ട് സത്യസാറിൻ്റെ ഭാര്യയും മകളെയും ഭവാനി മേഡം ഒരു കാറിലോട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ആരോടും പറയാതിരിക്കാൻ എനിക്ക് കുറേ പണം തന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല സത്യദാസ് സാർ ഒരിക്കലും ഈ രഹസ്യങ്ങളൊന്നും അറിയരുതെന്നും പറഞ്ഞു. അപ്പോൾ ഭൂമി ഇങ്ങനെ ആലോചിക്കുന്നു, ഇതിൽ ഭവാനി മേഡത്തിന് എന്താണ്? അപ്പോൾ അജയ്ക്ക് മനസ്സിലാവില്ല. ഭൂമി അജയുടെ അടുത്ത് ഞാനൊരു സാധനം സാറിൻ്റെ കയ്യിൽ തന്നിട്ടില്ല, അത് തരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് അജയ് തുറന്നു പോലും നോക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഇതെടുത്ത് അജയ് ഭൂമിയുടെ കൈകളിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ലോക്കറ്റിങ് എടുക്കുകയാണ്. അത് കണ്ട അജയ് പെട്ടെന്ന് ഷോക്കാവുകയാണ്. ഇത് ഞങ്ങളുടെ സൗഭാഗ്യപരം നമ്മുടെ അനുപമിക്കും അഭിരാമിക്കും അഞ്ജനിക്കുമായിട്ട് എൻ്റെ മുത്തശ്ശി ഇട്ട ലോക്കറ്റാണല്ലോ. എന്നിട്ട് ഭൂമി ചോദിക്കും പുരുഷോത്തമൻ്റെ അടുത്ത്, ഈ ലോക്കറ്റും ഞാനുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പുരുഷോത്തമൻ പറയുന്നത്, സത്യദാസ് സാറിൻ്റെ മകളാണ് ഭൂമി എന്നുള്ളത്. അന്ന് ഞാൻ അവിടുത്തെ സൗഭാഗ്യപുരത്തെ ഡ്രൈവറാണ്. കണ്ണൂർ ഫാർമസ്യൂട്ടിക്കലിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു അച്യുതൻ്റെ കയ്യിലാണ് ഭവാനി ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അച്യുതൻ ആ കുഞ്ഞിനെയും കൊണ്ട് ആ നാടും വീടൊക്കെ വിട്ട് പോവുകയാണ്. എൻ്റെ സഹായത്തോടു കൂടെയാണ് അച്യുതൻ ദൂര സ്ഥലത്തോട്ട് താമസം മാറുന്നത്. അങ്ങനെ ആ ഒരു ഞെട്ടിക്കുന്ന രഹസ്യം അജയും ഭൂമിയും കേട്ട് ആകെ ഷോക്കായി പോവുകയാണ്. കാരണം സത്യദാസിൻ്റെ മകളാണ് താനെന്ന ആ ഒരു രഹസ്യം. അപ്പോൾ അതിനാണോ അന്ന് അച്ഛൻ ഈ ഒരു പരിപാടിയൊക്കെ വെച്ച് ഈ ലോക്കറ്റ് ആ പോക്കറ്റിൽ കരുതി വെച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനായിട്ടോ. ഈ സമയത്ത് അജയ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം എൻ്റെ അഭിരാമിയാണോ ഇത്? എൻ്റെ സത്യമാവൻ്റെ അഭിരാമിയാണോ ഈ നിൽക്കുന്നത്? 10-20 വർഷങ്ങൾക്ക് മുന്നേ കാണാണ്ട് പോയ എൻ്റെ അഭിരാമി. അങ്ങനെ അജയും ഭൂമിയും കൂടെ ഇങ്ങനെ പെട്ടെന്ന് ഷോക്കായിട്ട് അവർ നിൽക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിപ്പോയി ഈ ഒരു സീൻ എന്ന് പറയുന്നത്. കാരണം താൻ സൗഭാഗ്യപുരത്തെ മകളാണ്, കൊച്ചുമകളാണ് എന്നുള്ളത്. അങ്ങനെ അജയ് ഭൂമിയെ ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് അവളുടെ കണ്ണുകളിലോട്ട് നോക്കി നിൽക്കുകയാണ്. നീ എൻ്റെ അഭിരാമിയാണോ?
അഭിരാമിയാണോ ഭൂമി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് പിന്നെ അജയ് നിൽക്കുകയാണ്. അജയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതേ സമയം പുരുഷോത്തമൻ്റെ വായിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ അറിയുകയാണ്. അപ്പോൾ ഇതോടുകൂടി കമാലിൻ്റെ വായിൽ നിന്നും ആ സത്യം അറിയാൻ നമ്മുടെ അജയ് ചോദിക്കുന്നുണ്ട്. അതായത് തൻ്റെ പിന്നിൽ ആരാടോ ഭവാനിയാണോ ഉണ്ടായിരുന്നത്, ഭവാനി മേഡം ആണോ തൻ്റെ മുന്നിൽ നിന്ന് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞപ്പം കമാൽ സത്യങ്ങളൊക്കെ പറയണം. അതെ, ഭവാനി മേഡമാണ് അച്യുതനെ കൊല്ലാൻ ഏൽപ്പിച്ചതും ഭൂമിയെയും കൊല്ലണം, അതുപോലെ പുരുഷോത്തമനെയും കൊല്ലണം എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ തന്ന് ഒരു ഗുണ്ടയെ പോലെ ഞാനാണ് മേഡത്തിൻ്റെ ഒപ്പം നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കമാൽ പറയണം കേട്ടോ. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സത്യം നമ്മുടെ ഭൂമി തെളിയിക്കുകയാണ്. അപ്പം ഞെട്ടലോടെ ആ ഒരു ഷോക്ക് മാറാണ്ട് നമ്മുടെ അജയ് ഇങ്ങനെ വളരെ നെടുവീർപ്പോടെ ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അപ്കമിങ് വിശേഷമാണ്. നമ്മുടെ ഭൂമി ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു അപ്കമിങ് വിശേഷം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വരുന്നത് കൂടുതലും ഭൂമി ഇങ്ങനെ ഈ ഓരോ തെളിവുകളും കത്തൊക്കെ കിട്ടി അതുമായിട്ട് ഓരോ തെളിവുകളായിട്ട് ഇങ്ങനെ ഇതാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ തൻ്റെ പ്രൊഫസർ പറഞ്ഞനുസരിച്ചിട്ട് ആ മൊബൈൽ ഷോപ്പിൽ ചെന്ന് കൊടുത്ത് അത് കംപ്ലൈൻറ്റ് മാറ്റിയെടുക്കാനും ഒക്കെ ആയിട്ടാണ് ഭൂമി ശ്രമിക്കുന്നത്. ഇന്നത്തെ പ്രൊമോയിൽ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അപ്കമിങ് വിശേഷം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കേൾക്കുക. കേട്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്